ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് മലയാള സിനിമ വെറുമൊരു പ്രാദേശിക ഭാഷാ ചിത്രങ്ങളുടെ കൂട്ടമല്ല. മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവും തന്ന കരുത്തിൽ ലോക സിനിമയുടെ ഭൂപടത്തിൽ നമ്മളിന്ന് വലിയൊരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. 2025 അവസാനം നമുക്ക് തന്നത് വലിയൊരു ആവേശമാണ്. തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ബോർഡുകൾ തിരിച്ചെത്തിയിരിക്കുന്നു. വലിയ സിനിമകൾ ഒരു വശത്ത് തിയേറ്ററിൽ പൂരപ്പറമ്പ് സൃഷ്ടിക്കുമ്പോൾ മറുവശത്ത് OTT പ്ലാറ്റ്ഫോമുകൾ അത്യന്തം ഗൗരവമുള്ള പരീക്ഷണ ചിത്രങ്ങൾക്ക് വേദിയാകുന്നു. ഈ മാറ്റങ്ങളുടെ വേഗതയെയും സൗന്ദര്യത്തെയും കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ പടം സർവം മായ എന്ന ഒരു പടമാണ്. നിവിൻ പോളി എന്ന മാന്ത്രികൻ്റെ തിരിച്ചുവരവ്. ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് ഒരു നമ്പൂതിരി തറവാട്ടിലാണ്. കേന്ദ്ര കഥാപാത്രമായ പ്രഭേന്ദു ആണ് നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഒരു മോഡേൺ ചെറുപ്പക്കാരനാണ്. അയാളുടെ ലോകം പാശ്ചാത്യ സംഗീതവും ഗിറ്റാറുമാണ്. എന്നാൽ അപ്രതീക്ഷിതമായി കുടുംബത്തിലെ മുതിർന്നവരുടെ വേർപാടും തറവാട്ടിലെ ആചാരങ്ങളും അയാളെ ഒരു പൂജാരി വേഷം കെട്ടാനായിട്ട് നിർബന്ധിതനാക്കുന്നു. ഒരു മടിയോടെ ഈ വേഷം സ്വീകരിക്കുന്ന പ്രഭേന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് മായ എന്ന പെൺകുട്ടി, റിയ ഷിബുവാണ് അത് അവതരിപ്പിക്കുന്നത്, കടന്നു വരികയാണ്. മായ വെറുമൊരു പെൺകുട്ടിയല്ല, ഒരു സ്പിരിറ്റാണ്, ഒരു സ്പിരിറ്റ്. എന്നാൽ പേടിപ്പിക്കുന്ന പ്രേതമൊന്നുമല്ല. പകരം പ്രഭേന്ദുവിനെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കുന്ന തമാശക്കാരിയായ ഒരു കൂട്ടുകാരിയാണ്. ഇവരുടെ കെമിസ്ട്രിയും ഇതിനിടയിൽ സംഭവിക്കുന്ന കുസൃതികളുമാണ് സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. അഖിൽ സത്യൻ മാജിക്കാണ് നമ്മൾ ഈ പടത്തിലൂടെ കാണുന്നത്. സത്യൻ അന്തിക്കാട് സിനിമകളിലെ ആ നന്മയുള്ള ഗ്രാമീണതയും പുതിയ കാലത്തെ വേഗതയും അഖിൽ ഇതിൽ കൂട്ടിയിണക്കിയിട്ടുണ്ട്. നിവിൻ പോളിയുടെ പ്രകടനം നോക്കുവാണെങ്കിൽ ബോഡി ഷെയ്മിങ്ങും പരിഹാസങ്ങളും നേരിട്ട ഒരു കാലഘട്ടത്തിന് ശേഷം പക്വതയുള്ള എന്നാൽ തമാശ കൈവിടാത്ത നിവിനെ നമ്മൾ കണ്ടു. ഗിറ്റാർ പിടിച്ച പൂജാരി എന്ന സങ്കല്പം തന്നെ തിയേറ്ററിൽ വലിയ കയ്യടി നേടിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് 10-12 ദിവസം പിന്നിടുമ്പോൾ 75 കോടിയിലേറെ ഈ ചിത്രം സ്വരൂപിച്ച് കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിൽ എത്തിച്ചതാണ് ഈ ഒരു സിനിമയുടെ വിജയരഹസ്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് OTTയിൽ ഒരുപാട് നല്ല നല്ല പടങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് കളങ്കാവലാണ്. മമ്മൂട്ടിയുടെ കളങ്കാവൽ കേരളത്തെ നടുക്കിയ ഒരു യഥാർത്ഥ കൊലപാതക പരമ്പരയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചിത്രമാണ്. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന നല്ലൊരു കഥാപാത്രമാണ്. അതൊരു നിശബ്ദനായ വേട്ടക്കാരനെ പോലെയാണ്. ക്രൈം സീനുകളിലെ സൂക്ഷ്മമായ വിവരങ്ങൾ വെച്ച് പ്രതിയെ പൂട്ടുന്നതാണ് ഈ സിനിമ. തിയേറ്ററിനേക്കാൾ ഡിജിറ്റൽ സ്പേസിലിരുന്ന് ഇതിന് ലഭിക്കുന്ന സ്വീകാര്യത അതിശയകരമാണ്. മമ്മൂട്ടിയുടെ ലുക്ക് തന്നെയാണ് പ്രധാന ഹൈലൈറ്റ്. അടുത്ത ഒരു പടം എക്കോയാണ്. വയനാടൻ വനപ്രദേശങ്ങളിൽ ഒരു വിദേശ സഞ്ചാരി കാണാതാകുന്നതും തുടർന്നുണ്ടാകുന്ന നിഗൂഢതകളുമാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. കാടിൻ്റെ ശബ്ദങ്ങൾ എങ്ങനെ ഒരു വ്യക്തിയെ വേട്ടയാടുന്നു എന്ന് മനോഹരമായി ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു സിനിമ സൗണ്ട് ഡിസൈനിങ്ങിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ്. പരീക്ഷണാത്മക സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പാഠപുസ്തകമാണിത്. അടുത്തൊരു പടം ഫാർമയാണ്. വൻകിട മരുന്ന് കമ്പനികളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ കഥയാണിത്. ഒരു ഫാർമസ്യൂട്ടിക്കൽ വിതരണക്കാരനായി നിവിൻ പോളി ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവയ്ക്കുന്നത്. വെബ് സീരീസ് എന്ന നിലയിൽ മലയാളത്തിലുണ്ടായ ഏറ്റവും മികച്ച പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള വർക്കുകളിൽ ഒന്നാണിത്. ഇനി നമുക്ക് ഈ വർഷം 2026 വരാനിരിക്കുന്ന ചിത്രങ്ങളാണ് നോക്കുന്നത്. അതിലൊന്നാമത്തേത് പാട്രിയറ്റാണ്. പാട്രിയറ്റ് എന്ന പടം മമ്മൂട്ടിയും മോഹൻലാലും സ്ക്രീനിൽ ഒന്നിച്ചു നിൽക്കുന്നത് കാണാൻ മലയാളി എത്ര കാലമായി കാത്തിരിക്കുന്നു. മഹേഷ് നാരായണൻ ഈ 2 ഇതിഹാസങ്ങളെയും അണിനിരത്തുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്പൈ ത്രില്ലറിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ ചിത്രങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തരംഗമായിട്ടുണ്ട്. അടുത്തത് ദൃശ്യം 3 ആണ്. ജോർജ് കുട്ടിയുടെ ബുദ്ധിക്ക് മുന്നിൽ പോലീസ് തോൽക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ 3-ാം ഭാഗത്തിൽ ജോർജ് കുട്ടി നിയമത്തിൻ്റെ പിടിയിൽ അകപ്പെടുമോ അതോ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ മറ്റൊരു വഴി കണ്ടെത്തുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്.
ജിത്തു ജോസഫ് ഇതിനോടകം തന്നെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയ ഈ ചിത്രം 2026 ഏറ്റവും വലിയ റിലീസായിരിക്കും. സുഹൃത്തുക്കളെ, സിനിമ എന്നത് സ്ക്രീനിലെ വെറും വർണ്ണ കാഴ്ചയല്ല. അത് പ്രബന്ധുവിനെ പോലെ സ്വപ്നം കാണുന്നവരുടെ കഥയാണ്. ജോർജ് കുട്ടിയെപ്പോലെ അതിജീവനത്തിന് ശ്രമിക്കുന്നവരുടെ കഥയാണ്. നമ്മളുടെ സിനിമകൾ ഇന്ന് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇൻഡസ്ട്രികളോട് കിടപിടിക്കുന്നു. സർവമായ ഒരു തുടക്കം മാത്രമാണ്. ഇനിയും വലിയ അത്ഭുതങ്ങൾ വരാനിരിക്കുന്നു. മലയാള സിനിമയെയും കലാകാരന്മാരെയും നമുക്ക് തുടർന്നും പിന്തുണയ്ക്കാം. നല്ല സിനിമകൾക്കായി, നല്ല നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. നല്ല സിനിമകളെല്ലാം തന്നെ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് ആസ്വദിക്കണം. അപ്പോഴാണ് അതിൻ്റെ മികവ് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് OTTയിലേക്ക് എത്താറുണ്ട്. അതുപോലെയുള്ള പടങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. OTTയിലെത്തിയ കുറച്ച് പടങ്ങളുണ്ട്, കൂടാതെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുണ്ട്. തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. ഇതുവരെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ സീതങ്കം. ടേക്ക് കെയർ. Bye bye.